നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയും എനിക്ക് സങ്കടമുള്ളൊരു വീഡിയോ ആണ്. അറിവും തിരിച്ചറിവും ഇല്ലാത്ത മനുഷ്യരെക്കാളും എത്രയോ നല്ലതാണ് നാൽക്കാലി മൃഗങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ മനുഷ്യരെയാണ് മൃഗങ്ങൾ എന്ന് പറയേണ്ടത്. അതിലും എത്രയോ ബെറ്ററാണ്. ചതിവില്ല, കളങ്കമില്ല, സ്നേഹം കൊടുക്കുന്നതിന് മുന്നേ സ്നേഹം തിരിച്ചു കിട്ടും. അത് നല്ല കളങ്കമില്ലാത്ത സ്നേഹമാണ്. അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. ഞാൻ പട്ടിയെ വളർത്താൻ തുടങ്ങിയിട്ട് 24 വർഷമായി. 2000-ലാണ് ഞാൻ പട്ടിയെ വളർത്താൻ തുടങ്ങിയത്. അന്ന് മുതൽ ഭയങ്കര ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഒരു പട്ടിയെ കൊന്നത് എന്ന് പറഞ്ഞാൽ 8 മക്കളെ പ്രസവിച്ചിട്ട് അതിന് പാലൂട്ടിക്കൊണ്ടിരിക്കുന്ന, അതിൻ്റെ കണ്ണ് പോലും തുറക്കാത്ത സമയത്താണ് അതിൻ്റെ തള്ളയെ എറിഞ്ഞിട്ട് കൊന്നത് എന്ന് പറഞ്ഞാൽ, രാത്രി പുലർച്ചയ്ക്കൊരു കരച്ചിൽ കേട്ടിരുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഭാഗം, ഫേസിൻ്റെ ഈ ഭാഗം മൊത്തം തകർന്നിട്ട്, ഒരു കല്ലുമുണ്ട് അവിടെ, തകർന്നിട്ട് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം കണ്ടതും ഇതേമാതിരി തന്നെ മിഡ്നൈറ്റ് 2 മണി അങ്ങനെ എന്തോ ടൈമായി. അന്നും ഒരു കരച്ചിൽ കേട്ടു. പിന്നെ നമ്മുടെ ഡോഗിനെ കണ്ടില്ല. പിറ്റേന്ന് നോക്കുമ്പോൾ അതിനെ കണ്ടില്ല. അതിൻ്റെ അടുത്തൊരു കമ്പിപ്പാര ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് കനാലിൽ വെള്ളം ഇളക്കിയതുകൊണ്ട് ആ വെള്ളത്തിലൂടെ ആരോ എടുത്തിട്ട് കൊണ്ടുപോയി വെള്ളത്തിലിട്ട് എന്ന് തോന്നുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു അസുഖമില്ലാതെയാണ് ഇവരൊക്കെ മരിച്ചു വീഴുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ 2 ഡോഗ് ഇതേപോലെ ഒരു അസുഖമില്ലാണ്ട് മരിച്ചു വീഴുന്നത്. അപ്പോൾ പട്ടി കുരക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രശ്നമാണ് ആൾക്കാർക്ക്. കുരക്കാൻ പാടില്ല, കുരക്കുന്നതിന് മരുന്ന് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ്, കുരക്കുള്ള മരുന്ന് മനുഷ്യരെ പോലെ പട്ടിയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പട്ടിയുടെ ജോലി ശത്രുക്കൾ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ കുരക്കുക എന്നാണ് അവരെ ജോലി. അവർ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ മനുഷ്യർ കുരക്കുന്നത് വേറെ കാര്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 2 പട്ടി ഒരു അസുഖമില്ലാതെ ഇങ്ങനെ മരിച്ചു വീണ്. അപ്പം 4 മരിച്ചു. അതിനുശേഷം ഇപ്പോൾ 4 എൻ്റെ കൂടെയുണ്ട്. 4 ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കൊറോണ ടൈമിൽ 2 ഡോഗിനെ കളയാൻ വേണ്ടിയിട്ട്, ചെറിയ കുട്ടിയിൽ ഒരു 2 മാസത്തെ കുട്ടിയെ കളയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി കളഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ എടുത്തിട്ട് കൊണ്ടുവന്നത്. അത് മൊത്തം ഒരു ഫംഗസ് രോഗം വന്നിട്ട് മൊത്തം അഴുകിയ മാതിരിയായിരുന്നു. അത് ഏകദേശം 1 വർഷത്തോളം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് പല ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ട്, വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ വെക്കുക, 6 ഇഞ്ചക്ഷൻ വെക്കുക, അത് കഴിഞ്ഞ് വീണ്ടും വെക്കുക, ഇങ്ങനെ മാറി കൊണ്ടുപോയി കണ്ണൂർ, മുഴപ്പാല, എടയന്നൂർ, കൊളപ്പ, അതുപോലെ വേങ്ങാട് പഞ്ചായത്തിൽ, ഇങ്ങനെ ഓരോ സ്ഥലത്തും മാറി കൊണ്ടുപോയിട്ട്, പല സ്ഥലത്തും ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയാൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറി കൊണ്ടുപോയിട്ട്, അതുപോലെ ഇവിടുന്ന് കണ്ണൂർ പോകാൻ എന്തായാലും ഓട്ടോക്കെല്ലാം 500 രൂപയിലധികം വേണം. അപ്പോൾ അങ്ങനെ കണ്ണൂർ ഒരുപാട് പ്രാവശ്യം കൊണ്ടുപോയി. അതേമാതിരി തന്നെ ഇപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ 4 അസുഖം വന്നത്. 1 ആദ്യം വന്നത്. ഡോക്ടർ ചോദിച്ച് എന്താണ് കൊടുത്തതെന്ന്. ഞങ്ങൾ സാധാരണ കൊടുക്കുന്ന ഫുഡേ കൊടുക്കാറുള്ളൂ, ഞങ്ങൾ കഴിക്കുന്ന ഫുഡ് മാത്രമേ കൊടുക്കാറുള്ളൂ. അപ്പോൾ അടുത്ത വീട്ടിലെല്ലാം പോയിട്ട് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്നറിയില്ല. അടുത്ത വീട്ടിൽ പോകാറുണ്ട്, അപ്പം തന്നെ അതിന് ഏറ് കിട്ടാറുണ്ട്. അടുത്ത വീട്ടിൽ പോയിട്ടില്ലെങ്കിൽ അടുത്ത പറമ്പ്, എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ കാലി സ്ഥലമുള്ള ഒരുപാട് ഏരിയ ഉണ്ട്. തൊട്ടടുത്തൊന്നും വീടില്ല. അടുത്ത് ഉള്ള വീട്ടിൽ പോയാൽ വീട്ടിലെത്തണ്ട, ആ ഭാഗത്തേക്ക് അങ്ങ് നോക്കിയാൽ മതി, അപ്പോൾ ഏറ് കിട്ടും, അതുപോലെ ചീത്തയും കിട്ടും. അങ്ങനെ 4 ഇപ്പോൾ അസുഖം വന്നിട്ട് കണ്ണൂർ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി 3 ദിവസം കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് മാക്സിമം 3 ദിവസമാണ് ഇതിന് ചെയ്യേണ്ടത്, ബാക്കി നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് മരുന്ന് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പത്മരാജൻ ഡോക്ടറാണ്, സർജനാണ്. അദ്ദേഹം ഒന്ന് തൊട്ടാൽ മതി അസുഖം മാറിക്കോളൂ, അത്രയും നല്ല ഡോക്ടറാണ്. അതുപോലെ തന്നെ ജൂനിയർ ഡോക്ടറായ നല്ലൊരു ലേഡി ഡോക്ടറും എനിക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ 2 ദിവസം ഞാൻ 4 കൊണ്ടുപോയെങ്കിലും 3-ാമത്തെ ദിവസം ഒന്ന് എൻ്റെ കൂടെ ഉണ്ടായിട്ടില്ല. ഏറ്റവും ഇളയൊരു മോള്, നല്ല അനുസരണയും അതുപോലെ തന്നെ ഭയങ്കര സ്നേഹവും ഒക്കെ ഉള്ള ആ മോളാണ്. ആ മോള് നഷ്ടപ്പെട്ടിട്ട് കാണുമ്പോൾ ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പോൾ അതിനെയും എടുത്ത് അടക്കം ചെയ്തിട്ടാണ് ഞാൻ ബാക്കി 3 കൊണ്ട് കണ്ണൂർ പോയത്. അങ്ങനെ വല്ലാതെ സങ്കടമാണ്. എൻ്റെ വീട്ടിൽ പട്ടിയെ വളർത്താൻ പറ്റില്ല, പൂച്ചയെ വളർത്താൻ പറ്റില്ല, അതൊക്കെ മരണപ്പെടും. അതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ. വീട്ടിൻ്റെ പ്രശ്നം കൊണ്ടല്ല, പക്ഷേ ജനങ്ങൾക്ക് ഭയങ്കര
എന്താ പറയേണ്ടത്, സ്നേഹം കൂടിപ്പോയിട്ട്. അതുകൊണ്ടായിരിക്കാം എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യം രമണി എന്നൊരു പൂച്ച, രമണി എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിമിൽ നായികയായ പൂച്ച, അതിനെയാണ് ആദ്യം പൂച്ചയായിട്ട് കാണാതായത്. പിന്നെ ഒരു 3 എണ്ണം, അമ്മയും 2 മക്കളും, എല്ലാം വലുതായതിന് ശേഷമാണ് ഇതിനെയൊക്കെ കാണാതാവുന്നത്. എവിടെ പോയി മരിക്കുന്ന എന്താണെന്ന് അറിയില്ല. അതുപോലെ ഒരു പേഷ്യൻ കാറ്റ് ഉണ്ടായിരുന്നു, അതിനെയും കഴിഞ്ഞ വർഷം കാണാതായി. ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ വളർത്തുന്ന എല്ലാത്തിനെയും നശിപ്പിക്കുന്നത്. അത് ആരാണ് എന്താണ് എന്നറിയില്ല, അതുകൊണ്ട് അറിയാതെ പറയാൻ പറ്റില്ല. എന്തായാലും മറ്റ് ജീവികളെ ഉപദ്രവിക്കുന്നവർക്ക് തക്കതായ ഇത് കിട്ടും, അത് ഉറപ്പാണ്. ഒരു കാരണവുമില്ല, ഒരാളെയും ശല്യം ചെയ്യുന്നില്ല. കുരക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും 24 വർഷം 2000 വാങ്ങിയ അന്ന് മുതൽ ഈ 2024 വരെ ഒരു പട്ടി പോലും ഒരാളെയും പോലും ഇതുവരെയും കടിച്ചിട്ടില്ല. ആൾക്കാർ ഇതിലെ വഴി നടക്കുമ്പോൾ കല്ലെടുത്തിട്ടും അതുപോലെ കമ്പെടുത്തിട്ടും ഒക്കെയാണ് വഴി നടക്കുക. എന്തായാലും രാവിലെ ഞാൻ ഇളക്കി എല്ലാം കഴിഞ്ഞ് മൂത്രവും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂട്ടിലാക്കും, ഒരാളെ എൻ്റെ വർക്ക് ഏരിയയിലാക്കും. അങ്ങനെയാണ് ശീലിപ്പിച്ച് കൊണ്ടുവന്നത്. വീടിൻ്റെ അതിലെ ആൾക്കാർ പോകുമ്പോൾ ഇത് കുരക്കാറുണ്ട്. കുരക്കുക അവരുടെ ജോലിയാണ്, യജമാനെ കാത്തു രക്ഷിക്കുക. ഏത് വീട്ടിൽ പട്ടിയെ വളർത്തിയാലും അത് കുരക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള അവസ്ഥയാണ്. അപ്പോൾ പൂച്ചയും ഒരു ഡോഗ് എന്ന് പറയുമ്പോൾ 2, 3, 3, 2, 5, 1, 6, 1, 7, 8 ഡോഗ് എൻ്റെ അടുക്കൽ നിന്ന് ഒരസുഖമില്ലാതെ മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തേത് ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ തന്നെ ചോദിച്ചത് എന്താ കഴിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ എന്താ കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്താണ് കൊടുത്തിരിക്കുന്നത്, ഞങ്ങളൊന്നും കഴിക്കുന്ന സാധനമാണ് കൊടുക്കാറ്. അതുപോലെ മീനിൻ്റെ തലയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തിളപ്പിച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് തിളപ്പിച്ചിട്ടൊക്കെയാണ് അതിന് കൊടുക്കുന്നത്. അല്ലാതെ ഞങ്ങൾ അങ്ങനെ പച്ചയൊന്നും കൊടുക്കാറില്ല. പിന്നെ ഇതെവിടെ നിന്ന് സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല. അതുപോലെ രാത്രി പന്നികളൊക്കെ വന്നാൽ, വീടിൻ്റെ അടുത്തൊക്കെ പന്നി വരുമ്പോൾ ഭയങ്കര കുരയായിരിക്കും. അപ്പോൾ ആ കുരയൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും രാത്രി ആ സമയത്ത് കുരക്കുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഒരു ജീവിയെ ഇങ്ങനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അവസ്ഥ. അതുപോലെ ഈ പട്ടി കുരച്ചതുകൊണ്ട് ഞാൻ നേരിട്ട് ചീത്ത കേട്ടിട്ടുണ്ട്. ചീത്ത എന്ന് പറഞ്ഞാൽ റോഡിലൊക്കെ നിന്നത് കണ്ടാലാണ്, റോട്ടിൽ നിന്നൊക്കെ ചീത്ത പറഞ്ഞിട്ട് ആൾക്കാർ ഒരുപാട് കൂടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ സംസാരിക്കാനൊക്കെ സത്യത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം മനുഷ്യന്മാർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യന്മാർ നമ്മൾ നല്ല ചെയ്താലും മനുഷ്യന്മാർ തിരിച്ചു തരുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സങ്കടം പിടിച്ച കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര അപകടം പിടിച്ച സമയം, അല്ലെങ്കിൽ അപകടം പിടിച്ചൊരു അവസ്ഥയിലൂടെയാണ് ഞാൻ ഇങ്ങനെ കടന്നു പോകുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങൾ കാണാം. നമ്മൾ കണ്ണൂരൊക്കെ കൂട്ടി പോകുന്ന ആ ഒരു ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ അടുത്താണ് അപ്പോൾ റോഡ് സൈഡ് കൂട്ടിപ്പോ ലെഫ്റ്റ്. തന്നെ ഈ ഗേറ്റ് ആ കാറിൻ്റെ ബാക്കിൽ ഇപ്പുറോ ഇങ്ങനെ കയറ്റി വെച്ചു. ഇതാണ് കണ്ണൂർ വെറ്റിനറി ഹോസ്പിറ്റൽ. എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ. വിശാലമായ പാർക്കിംഗ് ഏരിയ, വണ്ടിയിൽ വെക്ക്, ലാബ്, അങ്ങനെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു ഹോസ്പിറ്റലാണ്. ഡോക്ടേഴ്സും അങ്ങനെ സൂപ്പറാണ്. ഇത് ഇന്നേക്ക് 3 ദിവസം, 3ാമത്തെ ദിവസമാണ് കൊണ്ടുവരുന്നത്. കണ്ണൂർ വെറ്റിനറി ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ വരെ എൻ്റെ കൂടെ 4 പേരുണ്ടായിരുന്നു. ഏറ്റവും കുഞ്ഞു മോള് രാവിലെ നോക്കുമ്പോഴേക്ക് ഞങ്ങളെല്ലാം വിട്ടു പോയി. ആ ഒരു സങ്കടം ശരിക്കും ഉണ്ട്. പിന്നെ ആ കുഞ്ഞുമോളെ അടക്കം ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം ഏറ്റവും ടയേർഡായ ആൾ ഇതാണ്. പിന്നെ ഇനി 2 ആൾ വണ്ടിയിലുണ്ട്. കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഇതിന് ഡ്രിപ്പ് ഇട്ടിട്ട് നോക്കണം. ഞാൻ ഈ വീട്ടിലാണ് സ്ഥിരം ഇരിക്കാറ്. ഇവിടെ ആരുമില്ലാത്ത ഞാൻ ഇവിടെ വന്നിരിക്കും. അപ്പോൾ എന്നെയും തേടി വന്നിരുന്നിട്ട് കണ്ട, ഇതിന് നടക്കാൻ തീരെ വയ്യ, ശ്വാസം കിട്ടുന്നില്ല, നടക്കാനും തീരെ വയ്യ.
എന്നിട്ടും എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഇതാണ് അവസ്ഥ. എന്താ ചെയ്യുക? മനുഷ്യന്മാർക്കുണ്ട് ഇത്രയും തിരിച്ചറിവ്. ഞാൻ പറഞ്ഞ ഇല്ലേ? അത് ഭയങ്കര ചമ്മൽ. ഇല്ലടാ കഴിഞ്ഞില്ല, ഒരു നായ്ക്കും കൂടി കുത്തിവെക്കാനുണ്ട്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. എൻ്റെ കൂടെ ഇന്ന് 4 പേരുണ്ട്. എന്തെങ്കിലും ട്രിപ്പിട്ട് അതിൽ മരുന്ന് കൊടുത്ത് നോക്കണം. ഈ കുഞ്ഞുമോളാണ് നമ്മളെ വിട്ട് പിരിഞ്ഞത്. നല്ല സ്നേഹവും ഒക്കെ ഉള്ള നല്ല മോളായിരുന്നു. ഇതാണ് എൻ്റെ മൂത്ത മോൻ യാദവ്. ഇവനാണ് വണ്ടി എടുത്തിട്ട് വന്നത്. അപ്പോൾ 2 പേർ ഒരുമിച്ചാകുമ്പം ട്രിപ്പിട്ടാൽ ഒന്ന് പിടിക്കണ്ടേ, അതുകൊണ്ട് അവനെ കൊണ്ട് ഒന്ന് പിടിപ്പിച്ചു. ഒന്ന് ഞാനും കൈ പിടിച്ചു. കൈ പിടിക്കാതെ കൈ വലിക്കുന്നതുകൊണ്ട് കൈ വലിച്ച പിന്നെ ട്രിപ്പ് കളി ബ്ലഡ് വരും. അതുകൊണ്ട് ഇതാണ് കമ്പു. ഇന്നലെ മരണപ്പെട്ടത് ഇവൻ്റെ മോളാണ്. ഇവൻ്റെയും ഡോറേൻ്റെയും മോളാണ്.
ഇവനും ഭയങ്കര ടയേർഡാണ്. ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഒരാഴ്ചയിലധികമായി ഒരു ഫുഡും കഴിക്കാതെ ഓൺലി മെഡിസിൻ. ഇത് ഡോറ അത്യാവശ്യം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഡോറയും കമ്പൂൻ്റെയും മോളാണ് ഇന്നലെ നമുക്ക് നഷ്ടപ്പെട്ട ആ ഒരു മോള്. ഇത് കുട്ടപ്പനാണ്. ഇവനും ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ട്. ഫുഡ് അല്പം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ക്ഷീണം മാറിയിട്ടില്ല. ഞാൻ ഗ്ലൂക്കോസും അതുപോലെ മെഡിസിനൊക്കെ കൊടുക്കുന്നുണ്ട്. വല്ലാതെ ദയനീയ അവസ്ഥയാണ്, സഹിക്കാൻ പറ്റുന്നില്ല കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ, ഇത്രയധികം ദ്രോഹവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആ മരണം ഒക്കെ സങ്കടം എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. എന്തായാലും ഈ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുന്നു.